ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പ്രൈഡ് ഓഫ് ജനറേഷൻസ്, പെരിന്തൽമണ്ണ, പട്ടാമ്പി, വളാഞ്ചേരി, രാമനാട്ടുകര. വളാഞ്ചേരി വൈക്കത്തൂരിലെ കൊട്ടീരി പൊന്നാത്ത് പ്രഭാകരൻ ഒരുക്കിയ ഇഫ്താർ വിരുന്ന് മതസൗഹാർദ്ദത്തിന്റെ നേർക്കാഴ്ചയായി. കഴിഞ്ഞ 36 വർഷങ്ങളായി മതസൗഹാർദ്ദം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കോട്ടീരി പൊന്നാത്ത് പ്രഭാകരൻ അഥവാ വെസ്റ്റേൺ പ്രഭാകരൻ റംസാൻ വ്രതം അനുഷ്ഠിക്കാൻ തുടങ്ങിയിട്ട് എല്ലാ വർഷവും നോമ്പുതുറയും അദ്ദേഹം സംഘടിപ്പിക്കാറുണ്ട്. ജാതിമത ഭേദമന്യേ നാനാതുറകളിൽ നിന്നുള്ളവരെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് പ്രഭാകരൻ നോമ്പുതുറ സംഘടിപ്പിക്കാറ്. നോമ്പുതുറയ്ക്ക് ശേഷം മഗ്‌രിബ് നമസ്കാരത്തിനുള്ള സൗകര്യവും പ്രഭാകരൻ വിശ്വാസികൾക്കായി തന്റെ വീട്ടിലൊരുക്കാറുണ്ട്. ഈ വർഷത്തെ നോമ്പുതുറയും വിപുലമായി തന്നെ സംഘടിപ്പിച്ചു. പാണക്കാട് സയ്യിദ് മുനവർ അലി ശിഹാബ് തങ്ങൾ, പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ MLA, ആര്യ മഹർഷി, ബഷീർ രണ്ടത്താണി, നജീബ് കുറ്റിപ്പുറം, അഷ്റഫ് അമ്പലത്തിങ്ങൽ, ഡോക്ടർ NM മുജീബ് റഹ്മാൻ, ഡോക്ടർ N മുഹമ്മദ് അലി, സുരേഷ് പാറത്തൊടി, VPM സാലിഹ് തുടങ്ങിയവർ ഈ വർഷത്തെ നോമ്പുതുറയിൽ പങ്കെടുത്തു. ഒരു അടിസ്ഥാന ഘടകമായി നമ്മൾ മറ്റൊക്കെ മറന്നുകൊണ്ട് ദൈവം പറഞ്ഞതുപോലെ അതിരുകളും ബൗണ്ടറികളൊക്കെ മറന്ന് നമ്മൾ ഒരുമിച്ച് കൂടുന്ന ഒരിടമാണ് നമ്മുടെ പ്രൈവറ്റിന്റെ ഈ മുറ്റം. ഇങ്ങനെയുള്ളൊരു പൊതുയിടങ്ങൾ കുറഞ്ഞു വരിക, ആ പൊതുയിടങ്ങളെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം. പടയാൻ ശ്രമിച്ചുകൊണ്ട് അവിടെ കൊണ്ടുപോയി സമാധാനത്തോടു കൂടി കഴിയുന്ന ഒരു സന്ദർഭം നമുക്ക് ഓർക്കാൻ കഴിയും. അത്തരം ഒരു പ്രക്ഷുബ്ധമായ പ്രയാസങ്ങൾ നിറഞ്ഞ, ആശങ്കകൾ നിറഞ്ഞ ഒരു കാലത്തിലൂടെയാണ് മനുഷ്യ സമൂഹം കടന്നു പോകുന്നത് എന്ന് ഇവിടെ ആദരണീയനായ ബഹുമാനനായ കഴിഞ്ഞ ഒട്ടേറെ വർഷങ്ങളായി നമ്മളിവിടെ ഇങ്ങനെ മനോലേഖങ്ങൾ അടക്കമുള്ള ആളുകൾ നമ്മളെല്ലാവരും പ്രിയപ്പെട്ടവർക്കിന്റെ ഈ ഒരു സന്തോഷകരമായ സ്നേഹത്തിന്റെ വിളികൾക്ക് നമ്മളൊക്കെ ഓടിയിട്ടു. അത്തരമൊരു ആശങ്ക നിറഞ്ഞ കാലഘട്ടങ്ങളിൽ ഇവിടെ സ്നേഹത്തിൻ്റെതായ ഒരു കരുത്ത് ഈ വളാഞ്ചേരിയിൽ, ഈ പ്രദേശത്ത് നമ്മുടെ ചുറ്റുപാടിൽ നമുക്ക് കാണാൻ കഴിയുന്ന പ്രവർത്തന്റെ ഈ തുരുത്തിലാണ് നമ്മളെല്ലാവരും ഇവിടെ വന്നിരിക്കുന്നത്. റംസാൻ നോമ്പ് അനുഷ്ഠിക്കുന്ന ഒരു വ്യക്തിയാണ്. ഈ ഇന്ന് നമ്മളെല്ലാം ഒത്തുചേരാനും കൂടിച്ചേരാനും നിമിത്തമായത് നമ്മുടെ പാണക്കാട് കുടുംബത്തിന് മുനവർലി തങ്ങളാണ് അതിൻ്റെ നിമിത്തമായത്. ആ കുടുംബത്തിൽ വെച്ച് ഒരു നോമ്പ് വരയ്ക്ക് ഞാനും ഞങ്ങളുടെ ആ സമ്പത്തിൽ നിന്നും ഉള്ളവരെല്ലാം ആ ഇഫ്താർ മീറ്റിൽ പങ്കെടുത്തപ്പോൾ അന്നാണ് ഞാൻ ആദ്യമായിട്ട് പ്രഭാകർജിയെ കണ്ടുമുട്ടാനുള്ള ഒരു വഴി ഒരുങ്ങിയത്. അന്നുണ്ടായ ഒരു സൗഹൃദം അതിനുശേഷം എല്ലാ നോമ്പുതുറകളിലും ഞങ്ങളോട് വരാറുണ്ട്. അതുകൂടാതെ ഒരു യാത്രയുടെ ഭാഗമായി ഈ കുടുംബത്തിൽ എനിക്ക് ഒരു ദിവസം അന്തി ഉറങ്ങാനുള്ള ഒരു സൗഹൃദം ഉണ്ടായിട്ടുണ്ട്. ഞാൻ എന്തുകൊണ്ടാണ് അത് എടുത്തു പറയുന്നതെങ്കിൽ ഈ ആലയം ഒരു സ്നേഹം നിറഞ്ഞു തോന്നുന്ന ഒരു ആലയമാണ്. ഇവിടെ ഞാൻ കുറച്ചു നേരത്തെ ഇവിടെ നിൽക്കുമ്പോൾ നിസ്കരിക്കാൻ പോകുന്ന സമയത്ത് എല്ലാവരും എനിക്ക് കൈ തന്നുകൊണ്ടാണ് പോകുന്നത്. അതിൽ നിന്ന് ഞാൻ എടുത്തത് മനുഷ്യർ ഇങ്ങനെ ആവണം, മനുഷ്യരുടെ എളിമയുണ്ടാവണം. അറിവിനേക്കാൾ ഉപരിയായി നമുക്ക് അറിവ് ഉണ്ടാവുമ്പോഴാണ് അത്തരത്തിലൊരു സൗഹൃദം ഉണ്ടാവുന്നത്. ഇങ്ങനെ തന്റെ സഹപ്രവർത്തകരിൽ ഭൂരിഭാഗവും റംസാൻ വ്രതം അനുഷ്ഠിക്കുന്നവരായതിനാലാണ് അവരോടൊപ്പം പ്രഭാകരനും നോമ്പെടുത്തു തുടങ്ങിയത്. പിന്നീട് അത് ശീലമാവുകയായിരുന്നു. അമ്മയും ഭാര്യയും അടങ്ങുന്ന കുടുംബം അതിനെ പൂർണ്ണമായും പിന്തുണച്ചു. നോമ്പുതുറ കൂടിയായപ്പോൾ മതസൗഹാർദ്ദത്തിന്റെയും സാഹോദര്യത്തിന്റെയും പ്രതീകമായി പ്രഭാകരൻ മാറി.